നൂറ്റാണ്ടിൻ്റെ ഭാവമാറ്റങ്ങൾ ജനങ്ങളിൽ. നൂറ്റാണ്ട് എന്ന് പറയുന്നത് 100 വർഷങ്ങളുടെ തുടർച്ചയാണ്. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിനും അതിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അന്തരീക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുമൂലം കാലങ്ങൾക്കും ക്ഷണിപ്പിഴ തുടങ്ങുന്നു. ശാസ്ത്രജ്ഞന്മാർ ഇന്ന് നാം അറിയുന്ന നൂറ്റാണ്ടുകളെ എണ്ണാൻ തുടങ്ങിയത് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന ക്രമത്തിലാണ്. അതായത് BC എന്നും AD എന്നും. BC 1 തൊട്ടു പിന്നാലെ വരുന്ന വർഷം AD 1. 525 റോമിൽ കിഴക്കൻ റോമൻ സന്യാസിയായ ഡയോണിഷ്യസ് എക്സിഗസ് ആണ് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചത്. ജ്യോതിശാസ്ത്ര വർഷം 0 BC 1. BC വർഷങ്ങൾക്കും AD വർഷങ്ങൾക്കും ഒരേ സംഖ്യ ഉപയോഗിക്കുന്നു. BC 1 മുതൽ പുറകോട്ടും AD 1 മുതൽ മുൻപോട്ടും. കേരളത്തിൽ BC 6000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യർ ജീവിച്ചു പോരുന്നു എന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ ഈ ഭൂലോകത്തിൽ മനുഷ്യവാസം എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ലല്ലോ. എന്നാൽ ഓരോ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും മനുഷ്യരിൽ പല പല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതും ശ്രദ്ധേയമാണ്. കായ്കനികളും പച്ചമാംസവും ഭക്ഷിച്ച് ജീവിച്ച് നഗ്നരായ മനുഷ്യർ മരത്തോൽ കൊണ്ട് നഗ്നത മറച്ചും കൂട്ടമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം, തടയാൻ പറ്റാത്ത ഭൂമികുലുക്കം, പ്രളയം, പേമാരി, വരൾച്ച, കൊടുങ്കാറ്റ്, കടൽക്ഷോഭം, ഉരുൾപൊട്ടൽ തുടങ്ങിയ നാശനഷ്ടങ്ങൾക്ക് നാം ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങളെ അല്ല ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ സമ്പാദ്യത്തിൻ്റെ പേരിൽ മനുഷ്യനെ തന്നെ മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. അയൽവീട്ടിൽ താമസിക്കുന്ന ആൾ ആരെന്ന് പോലും അറിയാൻ ആഗ്രഹമില്ലാത്ത അവസ്ഥ. കുടുംബത്തിൽ പോലും പ്രായമായവരെ നിന്ദിക്കുന്ന എത്രയോ മക്കൾ. സ്നേഹമെന്ന വാക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളിലും മറ്റുള്ളവരെ സ്നേഹിക്കുക, ആദരിക്കുക, സഹായിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ എഴുതി പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അവ നൂറുമേനി നടപ്പിലാകുന്നില്ല. ഇന്ന് കേരളത്തിൽ കൃഷി പേരിന് മാത്രം. കൃഷി ചെയ്യാൻ ആളില്ല. കൃഷിഭൂമി കാടുപിടിച്ച് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അതിന് മാറ്റങ്ങൾ ഉണ്ടാകണം. കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യണം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെയെല്ലാം കൃഷിയിൽ പങ്കെടുപ്പിക്കണം. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ അവനവൻ തന്നെ വേണ്ടുന്ന ആഹാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ വരുന്ന 22-ാം നൂറ്റാണ്ട് സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലമുറയായി നമുക്ക് വാർത്തെടുക്കാം. അതിനെ പ്രകൃതിയും സഹായിക്കട്ടെ. ചെയ്തതും തീ കണ്ടുപിടിച്ചതും കൽപ്പാത്രങ്ങൾ നിർമ്മിച്ചും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ച് കൃഷിയിറക്കി ആഹാരം പാകം ചെയ്ത് ഭക്ഷിക്കാൻ ശീലിച്ചതും വന്യമൃഗങ്ങളെ മെരുക്കി വളർത്തി കൃഷി ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കാനും പ്രാപ്തരാക്കിയത് ഒരു നൂറ്റാണ്ടിൻ്റെ മാറ്റങ്ങൾ തന്നെ. എന്നാൽ മനുഷ്യർ പെരുകി പല പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ജീവിത നിലവാരം മെച്ചപ്പെടുത്തി. ലോഹങ്ങൾ കണ്ടുപിടിച്ചു. പുതിയ പുതിയ യന്ത്രങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ മനുഷ്യർക്ക് അത്യാവശ്യമായ അനേകം ഘടകങ്ങൾ അവർ സ്വന്തമാക്കി. അങ്ങനെ മനുഷ്യർ പെരുകി ജീവിത നിലവാരം മെച്ചപ്പെട്ടു. ഓരോ പുതിയ നൂറ്റാണ്ടുകളിലേക്ക് കുതിച്ചുയർന്ന മനുഷ്യൻ ഇന്ന് ഈ നൂറ്റാണ്ടുകളിൽ പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ എത്തിപ്പെടാനും
അവിടെ താവളമൊരുക്കുവാനുമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും കൈവശമാക്കിയിരിക്കുന്നു. എന്നാൽ പല നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോഴും പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല പല നല്ല ഗുണങ്ങളും ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടു. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും മതം മതത്തോടും മനുഷ്യർ മനുഷ്യരോടും അപ്പൻ മക്കളോടും അമ്മ മക്കളോടും മറിച്ചും സഹോദരൻ സഹോദരിയെയും മറിച്ചും അയൽവാസി അയൽവാസിയോടും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ട് വലിയൊരു നാശത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർ നേടിയ സാങ്കേതിക വിദ്യകളെ കൊണ്ട് തടയാൻ പറ്റാത്ത ഭൂമികുലുക്കം, പ്രളയം, പേമാരി, വരൾച്ച, കൊടുങ്കാറ്റ്, കടൽക്ഷോഭം, ഉരുൾപൊട്ടൽ തുടങ്ങിയ നാശനഷ്ടങ്ങൾക്ക് നാം ഇരയായിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ അല്ല ഇന്ന് 21-ാം നൂറ്റാണ്ട്. സമ്പാദ്യത്തിൻ്റെ പേരിൽ മനുഷ്യനെ തന്നെ മനുഷ്യൻ മറന്നുപോയിരിക്കുന്നു. അയൽവീട്ടിൽ താമസിക്കുന്ന ആൾ ആരെന്ന് പോലും അറിയാൻ ആഗ്രഹമില്ലാത്ത അവസ്ഥ. കുടുംബത്തിൽ പോലും പ്രായമായവരെ നിന്ദിക്കുന്ന എത്രയോ മക്കൾ. സ്നേഹം എന്ന വാക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളിലും മറ്റുള്ളവരെ സ്നേഹിക്കുക, ആദരിക്കുക, സഹായിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ എഴുതി പ്രബോധിപ്പിച്ചിരിക്കുന്നു ഉണ്ടെങ്കിലും അവ നൂറുമേനി നടപ്പിലാകുന്നില്ല. ഇന്ന് കേരളത്തിൽ കൃഷി പേരിനു മാത്രം. കൃഷി ചെയ്യാൻ ആളില്ല. കൃഷിഭൂമി കാട് പിടിച്ച് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അതിന് മാറ്റങ്ങളുണ്ടാകണം. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യണം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെയെല്ലാം കൃഷിയിൽ പങ്കെടുപ്പിക്കണം. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ അവനവൻ തന്നെ വേണ്ടുന്ന ആഹാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ വരുന്ന 22-ാം നൂറ്റാണ്ട് സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലമുറയായി നമുക്ക് വാർത്തെടുക്കാം. അതിന് പ്രകൃതിയും സഹായിക്കട്ടെ.